ഹായ് ഗൈസ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യൂട്യൂബ് വീഡിയോ. ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഇതുവരെ നമ്മളുടെ ചാനലിൻ്റെ പേര് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു അമ്പലം വരെ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇത് ക്യാപ്ചർ ചെയ്തുകൂടാ, ലൈക്ക് ഈ മൊമെൻറ്റ്സൊക്കെ പിന്നെ നമ്മൾ കാണുമ്പോൾ നല്ല രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന വീഡിയോ ഇതാണ്. സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല, പേരിടണം. ആൻഡ് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു അമ്പലത്തിൽ പോവാണ്. സോ അതിൻ്റെ വ്ലോഗായിരിക്കും ഫസ്റ്റ് വരുന്നുണ്ടായിരിക്കാം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ട്രൈപോഡൊന്നുമില്ല. സോ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ എൻ്റെ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ വീഡിയോ ഷേക്കൊക്കെ ഉണ്ടാവും, പ്ലീസ് ഡോണ്ട് മൈൻഡ്. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സോ എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊന്നും. പക്ഷെ ഗ്രാജുവലി നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല അങ്ങനെ. പക്ഷെ ഫാമിലി വ്ളോഗിങ് ആണ് നമ്മളുടെ ഒരു നിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. ഇത് അമ്മയാണ് കേട്ടോ, അമ്മ ഉറങ്ങാണ്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഇതാണ് ഫുൾ വ്യൂ. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് പറവൂരാണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് അമ്പലപ്പുഴയ്ക്ക് ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 hours ഉണ്ട്. അപ്പം നമ്മൾ നാളെ ട്രെയിനിലാണ് പോകുന്നത്. നാളെ പുലർച്ചെ 4:53 ഒരു ട്രെയിനുണ്ട്. സോ അതിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കുളിയൊക്കെയും കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ നൈറ്റാണ്. സോ നമ്മൾ നാളെ ഇവിടെ നിന്നാണ് അമ്പലത്തിൽ പോകുന്നത്. സോ ഫ്രഷനപ്പായി നാളെ നമ്മൾ ഏറ്റവും പുലർച്ചെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അമ്പലപ്പുഴ അമ്പലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുറേ റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ട് അമ്പലപ്പുഴ പാൽപ്പായസം പണ്ടേ പ്രസിദ്ധമാണ്. അപ്പോൾ അത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ അവിടുത്തെ തൃക്കൈവെണ്ണയും ത്രിമധുരവും കഴിക്കണം, ആ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് നമ്മൾ നാളെ അമ്പലപ്പുഴ പോകുന്നത്. ആൻഡ് ഭഗവാനെ കാണണം, പ്രാർത്ഥിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാളെ അമ്പലത്തിൽ പോകുന്നത്. നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്, കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എംകഫീൻ്റെ ഒരു ബോഡി ലോഷനുണ്ട്. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ് ഗൈസ്. ഒരു ബെറി സ്മെല്ലാണ്. പക്ഷേ എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇതും എൻ്റെ ഡ്രസ്സും സെയിം കളർ. സോ ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. ആൻഡ് ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ സ്മെല്ലും അത് അടിപൊളിയാണ്, കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. എനിക്ക് ആക്ച്വലി മൈഗ്രെയിൻ ഉണ്ട്. സോ എനിക്ക് അങ്ങനത്തെ പെർഫ്യൂംസ് അല്ലെങ്കിൽ ബോഡി സ്പ്രേ, അണ്ടർ ആം റോൾ ഓൺ ഇതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ സ്മെല്ല് ഒരു മാക്സിമം 12 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇത് ഒരു സൂപ്പർ മോയ്സ്ചറൈസറാണ്. ആൻഡ് ഇതിനത്ര പ്രൈസും വരുന്നില്ല. അറൗണ്ട് ഒരു 399. ഞാനിത് ഓഫറിലാണ് മേടിച്ചത്. സോ എനിക്ക് ഒരു 299 അത്രേ ആയുള്ളൂ. അടിപൊളിയാണ്. പിന്നെ എംകഫീൻ്റെ ബ്ലൂബെറി സെറം ബോഡി ലോഷൻ. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ഇത് ഡോക്കിൻ്റെ ഒരു നയസിനമൈഡ് ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ്റെ ഒരു സെറാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ എൻ്റെ മോയ്സ്ചറൈസർ. ഇത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ, മോയ്സ്ചറൈസർ ആൻഡ് നയസിനമൈഡ്. ഞാനിപ്പോൾ ഒരു 1 month ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചറൈസറാണ്. ഇതൊരു ജെൽ മോയ്സ്ചറൈസറാണ്. അവോക്കാഡോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ വരുന്നത്. ആൻഡ് സെറമൈഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നല്ലതാണ്. പക്ഷെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് ജെൽ മോയ്സ്ചറൈസറിനോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല. ബിക്കോസ് ഓഫ് ഇതെൻ്റെ സ്കിൻ ഡ്രൈ ആക്കുന്നുണ്ട്. എൻ്റെ ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്. പക്ഷെ ഫേസിൽ ആക്നി പ്രോൺ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആക്നീസൊക്കെ ഉണ്ട്. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആക്കാറുണ്ട്. പിന്നെ ഇത് പൈസ കൊടുത്ത് മേടിച്ച് പോയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ഒരു ജെൽ മോയ്സ്ചറൈസറാണിത്.
എനിക്ക് തോന്നുന്നു ഇത് ഓയിലി സ്കിന്നുകാർക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ടായിരിക്കാം. കണ്ടോ, ഇങ്ങനത്തെ ജെൽ ടൈപ്പാണ്. സോ ഇതും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത്ര ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യില്ല കേട്ടോ, ഇത്രയും എടുക്കുള്ളൂ. റിമൈനിങ് വരുന്നത് ഇവിടെ വയ്ക്കും. ആൻഡ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യും. നമ്മളുടെ സ്കിൻ കെയർ പരിപാടി കഴിഞ്ഞു, അത്രയ്ക്കേ ഉള്ളൂ. ഇപ്പം ഒരു ലൈറ്റായിട്ടൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അക്വലോജിക്കയുടെ ആണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു 499 ഉണ്ട് പ്രൈസ്. പക്ഷെ എൻ്റെ സ്കിന്നിന് ഇത് സ്യൂട്ട് ആവുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പം ഉറങ്ങി എണീറ്റിട്ട് നേരത്തെ എണീക്കണം. എനിക്ക് നേരത്തെ എണീക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മടിച്ച് നേരത്തെ എണീക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. പക്ഷെ നാളെ എണീറ്റേ പറ്റും, കാരണം നാളെ പുലർച്ചെ നമുക്ക് പോകണം. സോ ഇവിടെ നിന്ന് ഒരു 1/2 hour ജേർണി ഉണ്ട് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആൻഡ് 4:50 ട്രെയിൻ. സോ അതിനു മുമ്പ് റെഡി ആവണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്, നാളെ കാണാം. എല്ലാ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലല്ലോ എന്ന്. സോ മൈ നെയിം ഇസ് കൃഷ്ണ ആൻഡ് ഐ എം ഫ്രം തൃശ്ശൂർ. ഞാൻ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റാണ്. ബേസിക്കലി തൃശ്ശൂർക്കാരിയാണ്. സോ ഇതാണ് എന്നെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ആൻഡ് യാ, ദാറ്റ്സ് ഓൾ. എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ അമ്മ, അനിയൻ ഉണ്ട്, അച്ഛനുണ്ട്, പിന്നെന്താ, പിന്നൊന്നുമില്ല. അപ്പോൾ ബെഡ് ടൈമായി, ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നാളെ രാവിലത്തെ വ്ളോഗിൽ കാണാം. ബായ്.